തന്നെ രക്ഷിച്ച രാജേഷിനെ ഓർത്ത് കണ്ണീരണിഞ്ഞ് ബെന്നി. കഴുത്തപ്പം വെള്ളത്തിൽ നിസ്സഹായനായി നിന്ന് തന്നെ രക്ഷിച്ച രാജേഷിനായി നടത്തുന്ന തിരച്ചിൽ എന്താകുമെന്ന ആശങ്കയോടും പ്രാർത്ഥനയോടെയുമാണ് ബെന്നി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മലയോരത്തുണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മീന്തുള്ളി തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയതായിരുന്നു കോലുവള്ളിയിലെ ശബനയിൽ ബെന്നി. കോലുവള്ളി നോർത്തിലെ തന്റെ കൃഷിയിടത്തിൽ ശനിയാഴ്ച രാവിലെ എത്തിയതായിരുന്നു. രാവിലെ 11:30യോടെ കർണാടക വനത്തിൽ ഉരുൾപൊട്ടി വെള്ളം കാര്യങ്കോട് പുഴയിലും ബെന്നിയുടെ കൃഷിയിടത്തിലുമെത്തി. 3 മണിയോടെ കഴുത്തൊപ്പം വെള്ളത്തിലായ ബെന്നിയുടെ മൊബൈലും വെള്ളത്തിൽ പോയി. ഒരു മരത്തിൽ പിടിച്ച് സഹായം കാത്തുനിന്ന ബെന്നിയുടെ അടുത്തേക്കാണ് റാഫ്റ്റിൽ രാജേഷും സുഹൃത്തുക്കളും എത്തുന്നത്. റാഫ്റ്റിൽ നിന്നും കയറെറിഞ്ഞു കൊടുത്തു. ഇതൊരു തെങ്ങിൽ കെട്ടുന്നതിനിടയിൽ ബെന്നിയുടെ കൈവിരലിന് പരിക്കേറ്റു. കയറിൽ പിടിച്ച് ബെന്നി മുൻപിലും രക്ഷാപ്രവർത്തകർ 3 പേരും പിന്നിലുമായി പുഴ കടക്കുന്നതിനിടയിൽ ഏറ്റവും പിന്നിൽ വന്നിരുന്ന രാജേഷ് പിടിവിട്ട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തന്റെ ജീവൻ രക്ഷിച്ച രാജേഷിനായി പ്രാർത്ഥനയോടെ കഴിയുകയാണ് ബെന്നിയും ഭാര്യ ആൻസിയും. ഒരു 11 മീൻതുള്ളിയിൽ എനിക്കൊരു 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയി. അപ്പോൾ എല്ലാ ദിവസവും പോകുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ ആയിട്ട് ഞാൻ മിക്കവാറും അവിടെ തന്നെയാണ്. ആ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാവിലെ ചെല്ലുന്ന സമയത്ത് 11:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടേക്ക് അക്കരെ എൻ്റെ പറമ്പിൽ കയറി. അപ്പോൾ ആദ്യം ഒരു വെള്ളം വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കൃഷികളെ കുറച്ച് ചെരിഞ്ഞും പറഞ്ഞിരുന്നു. അത് നേരെയാക്കാൻ വേണ്ടി കുറച്ച് നേരം ശ്രമിച്ചു. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ മോട്ടർ ഉണ്ടായിരുന്നു. അത് കുറച്ച് പുഴയിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് നടുഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും കൂട്ടത്തിൽ ഷെഡിലുണ്ടായിരുന്ന കുറച്ച് ഉപകരണങ്ങളുണ്ട്, അതെല്ലാം കൊണ്ട് സേഫായി വെക്കാനും ആ ഒരു ഉദ്ദേശത്തിൽ പെട്ടെന്ന് അവിടെ കയറുകയും നിമിഷ നേരം കൊണ്ട് വെള്ളം പൊങ്ങി. 4 സൈഡിൽ നിന്നും വെള്ളം പൊങ്ങി. എൻ്റെ ഏകദേശം അരയ്ക്ക് മേലെ എൻ്റെ പറമ്പിന് നടക്ക് വെള്ളമായി. അങ്ങനെ പെട്ടെന്ന് ഞാൻ റോഷി സാറിനെ വിളിച്ചു. സാറ് എന്നോട് പറഞ്ഞു പേടിക്കേണ്ട, അവിടെ നിന്നും നമുക്ക് വേണ്ട സംവിധാനം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഡ്രാഫ്റ്റിംഗുകാർ അവിടെ എത്തി. എന്നെ അവിടെ നിന്ന് വടം വെച്ച് വടം കിട്ടിയിട്ട് എന്നെ അക്കരെ കയറ്റുകയും ചെയ്തു. അപ്പോൾ വടം എറിഞ്ഞ് ഒരു കയറ് എറിഞ്ഞ് തരുന്നതിനിടയ്ക്കാണ് ഈ കൈവിരലിൻ്റെ ഇടയ്ക്ക് കുടുങ്ങി പോയിട്ട് 2-3 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അത് രക്ഷപ്പെടുത്തുന്നതിനിടയ്ക്ക് ഒരു കുറച്ച് സമയം ബാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഡ്രാഫ്റ്റിംഗുകാർ അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വരികയും തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അക്കരെ കൊണ്ടുപോവുകയും ചെയ്തു. ലൈഫ് ജാക്കറ്റ് എനിക്കവർ ലൈഫ് ജാക്കറ്റ് തന്നല്ല, അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ഒരു ലൈഫ് ജാക്കറ്റ് എനിക്ക് ഊരി തരികയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇക്കരയ്ക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് ആയിരുന്നു. പിന്നെ പുള്ളിയെ അക്കരയ്ക്ക് കയറാൻ നേരത്തെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ വിവരങ്ങളും അറിയുന്നില്ല. പക്ഷേ ഞാൻ ഇക്കരെ കയറിയ ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ പോയിട്ടുണ്ടെന്ന്. പിന്നെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പം വിളിച്ചപ്പം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കിട്ടുന്ന ആളെ കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടായി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ അടുത്തുള്ള ഒരാളുടെ നമ്പർ ഉണ്ടായിരുന്നു. അവിടെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു. എന്നോട് ആദ്യമുള്ള ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ചേട്ടൻ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയൊരു ആശ്വാസമായി. പിന്നീട് വിളിച്ചിട്ടും കിട്ടുന്നില്ലാതായി ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ മെഞ്ചാനോട് ചോദിച്ചു, പിന്നെ ഇങ്ങനെ ഞാനിവിടുന്ന് ആരെങ്കിലും വിളിക്കണോ പറയണോ ചോദിച്ചു. മെഞ്ചാൻ ആരും വിളിക്കേണ്ട, ഞാൻ റോഷി സാറിനെ വിളിച്ചിട്ടുണ്ട്, അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും കഴുത്തപ്പം വെള്ളം ആയെന്ന് ചിലപ്പോൾ നമുക്ക് വിഷമമായിരുന്നു.